Preschool Management, Unit 3, Part 2, Sources of Finance in ECC Center. നേരത്തെ ക്ലാസ്സുകളിൽ ഫിനാൻസ് ECC സെൻ്ററുടെ നടത്തിപ്പിന് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ഈ ആവശ്യമായ ഫിനാൻസിനെ സ്വരൂപിക്കാം? വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഫിനാൻസ്? ഈ ഫിനാൻസ്, ഈ പണം നമുക്ക് ഏതെല്ലാം ഉറവിടങ്ങളിൽ നിന്നും ലഭിക്കും? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പൈസ കിട്ടുക? അതിനുള്ള വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പാട്ടിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരുപാട് ആളുകളുടെ സപ്പോർട്ട് നമുക്കിതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, വൺ ക്യാൻ അപ്രോച്ച് ദ കൺസേൺ മിനിസ്ട്രീസ്, ചില മന്ത്രാലയങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എക്സാമ്പിൾ, ഇന്ത്യ രാജ്യത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രാലയം മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മന്ത്രാലയം. അതേപോലെ സോഷ്യൽ വെൽഫെയർ ബോർഡ്, ഇതെല്ലാം സാമൂഹ്യ ക്ഷേമ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ECC സെൻ്ററുകൾ നടത്തുന്നതിനുള്ള പണം നമുക്ക് ലോണായിട്ടും മറ്റു വകുപ്പുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ സെർച്ച് ചെയ്താൽ ഒരുപാട് സ്കീമുകൾ, ഇത്തരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരുപാട് സ്കീമുകൾ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠത്തിൽ ഇത്തരം ഒരുപാട് സം വേസ് ടു റൈസ് ഫണ്ട് ഫോർ ദ ECC സെൻ്റർ ആർ, ഒരു ECC സെൻ്ററിലേക്ക് പണം റൈസ് ചെയ്യുന്നതിനുള്ള വിവിധ മാർഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് പബ്ലിക് ഫണ്ട്സ്. പബ്ലിക് ഫണ്ട് എന്ന് പറയുന്നത് പബ്ലിക്കിൽ നിന്നും ലഭിക്കുന്ന പണം, മണി റിസീവ്ഡ് ബൈ എ പബ്ലിക് എൻറ്റിറ്റി. ഒരു പബ്ലിക് എൻറ്റിറ്റിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പണം, അതാണ് പബ്ലിക് ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിനാണെങ്കിൽ പാരൻസിൻ്റെ കയ്യിൽ നിന്നും മറ്റുമൊക്കെ മന്ത്ലി നമുക്ക് സ്വീകരിക്കുന്ന ഫീസ്, സാധാരണ നമ്മൾ പ്രീ സ്കൂൾ നടത്തുമ്പോൾ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഒരു ഫീസ് വാങ്ങാറുണ്ട്. അത് ശരിക്കും ഒരു ഫിനാൻസിൻ്റെ സോഴ്സാണ്. ആ പണം നമുക്ക് ECC സെൻ്റർ നടത്താൻ വേണ്ടി ഉപയോഗിക്കാം. പ്രധാനമായും എല്ലാ സ്കൂളുകളും എല്ലാ ECC സെൻ്ററുകളും കുട്ടികളിൽ നിന്ന് വാങ്ങുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് സ്കൂളുകൾ നടത്താറ്. രണ്ടാമത്തത് പ്രൈവറ്റ് ഫണ്ട്. പ്രൈവറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് in various equity securities according to one of the investment strategies associated with private equity. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ, അവരെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാകും. സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, അവരുടെ പണം വെറുതെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അവരുടെ കയ്യിൽ, ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, ഞാൻ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അത്തരം ആളുകളുടെ അടുത്ത് നമ്മൾ പോയിട്ട് അവരോട് പറയാം, നിങ്ങളുടെ കയ്യിലുള്ള പണം നമുക്ക് നൽകൂ, അപ്പോൾ നമ്മൾ ഇവിടെ സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഷെയർ തരാം. അപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും. ഇപ്പോൾ എന്നെ പോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോലെ ആരുടെങ്കിലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പണം പോയി വാങ്ങി നമുക്ക് പ്രീ സ്കൂളുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് ECC സെൻ്ററിലെ ഫിനാൻസിൻ്റെ ഒരു സോഴ്സാണ്. പ്രൈവറ്റ് ഫണ്ട് എന്നാണ് അതിനെ പറയുക. മൂന്നാമത്തത് പബ്ലിക് പ്രൈവറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസിങ് ഇൻവോൾവ് കൊളാബറേഷൻ ബിറ്റ്വീൻ എ ഗവൺമെൻറ് ഏജൻസി ആൻഡ് എ പ്രൈവറ്റ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഗവൺമെൻറ്റും പ്രൈവറ്റും പരസ്പരം കൊളാബറേറ്റ് ചെയ്ത് ജോയിൻ്റായി ഫിനാൻസുകൾ കൊടുക്കാറുണ്ട്. അത്തരം ഏജൻസികൾ ധാരാളമായിട്ടുണ്ട്.
അപ്പോൾ ഗവൺമെൻറ്റും പബ്ലിക്കും ജോയിൻ്റ് ആയിട്ടുള്ള അത്തരം ഏതെങ്കിലും ഏജൻസികളൊക്കെ പണം കൊടുക്കുന്നതുണ്ടാകാം. അവരെയും നമുക്ക് ഫിനാൻസിന് വേണ്ടി സമീപിക്കാം. മറ്റൊന്ന് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുക. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ചേർന്നിട്ട് കുറേ പൈസ കയ്യിലുണ്ടാകാം. നേരത്തെ പറഞ്ഞത് വ്യക്തികളാണ്. പങ്കാളിത്ത വ്യവസ്ഥ, ഫിനാൻഷ്യൽ പാർട്ട്ണർഷിപ്പ് ഈസ് എ പാർട്ട്ണർഷിപ്പ് ഇൻ വിച്ച് വൺ ഓർ മോർ ഓഫ് ദ പാർട്ട്നേഴ്സ് ഫിനാൻസ് ഫോർ ECC സെൻറ്റർ. ഒന്നോ രണ്ടോ പാർട്ട്ണർമാർ ചേർന്നിട്ട്, ഞാനും എൻ്റെ സുഹൃത്തും പറയാണ്, നമ്മൾ രണ്ടുപേരും ഈ ECC സെൻറ്റർ തുടങ്ങാനുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട് ആ പണം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പാർട്ട്ണർഷിപ്പ് രൂപത്തിലും പണം സ്വരൂപിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത് വിദേശത്തിൽ നിന്നും വരുന്ന ഒരുപാട് പണമുണ്ട്. അപ്പോൾ വിദേശ കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന്, യുനെസ്കോ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ECC സെൻറ്ററുകൾ നടത്താൻ വേണ്ടി ഗ്രാൻറ്റുകളൊക്കെ ലഭിക്കാറുണ്ട്, സഹായങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. അതേപോലെ തന്നെ വിദേശ കമ്പനികൾ, വലിയ വലിയ വാൽമാർട്ട് പോലുള്ള വിദേശ കമ്പനികളൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഫിനാൻസ് വേണമെങ്കിൽ വി ക്യാൻ അപ്രോച്ച് such international companies or foreign companies, or we can approach some financial institutions or social institutions for aids or grants. എയ്ഡുകൾക്കോ ഗ്രാൻറ്റുകൾക്കോ വേണ്ടി ഇൻ്റർനാഷണൽ ഏജൻസികളെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊന്ന് ഏജൻസികളാണ്. നമുക്ക് വേണ്ടി ഒരുപാട് ഏജൻസികൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ കടം കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പണി തന്നെ ലോൺ ശരിയാക്കി കൊടുക്കുക, പണം ശരിയാക്കി കൊടുക്കുക. അപ്പോൾ ചെറിയൊരു കമ്മീഷനൊക്കെ അവർ വാങ്ങും, എന്നാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് പണം സ്വരൂപിക്കാൻ വേണ്ടി ഇത്തരം ഏജൻസികളെ നമുക്ക് സമീപിക്കാം. ഫിനാൻഷ്യൽ ഏജൻസീസ്, ദേ മേ പ്രൊവൈഡ് ഫണ്ട്സ് ബൈ ബോറോയിങ് ലോൺ. അവർ ലോൺ എടുക്കാൻ സഹായിക്കും, ഗ്രാൻറ്റുകൾ എടുക്കാൻ സഹായിക്കും. CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിൽ നിന്നിട്ട് സഹായിക്കുന്ന, കമ്മീഷൻ പറ്റുന്ന ഏജൻസികളുണ്ട്. അവരെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഏജൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡൊണേഷൻസ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൊണേഷൻസ് ആണ്. നമ്മുടെ ECC സ്റ്റാഫിന്, പാരൻസിനോടും സമൂഹത്തിലെ ആളുകളോടൊക്കെ സംഭാവനകൾ സ്വീകരിക്കാം. അപ്പോൾ നല്ല പണം കിട്ടും. നമ്മൾ പാരൻസിനോട് ഇടയ്ക്കിടയ്ക്ക് ചില ആളുകളൊക്കെ സംഭാവനകളൊക്കെ വാങ്ങുന്നത് കൂപ്പണുകളൊക്കെ അടിച്ചിട്ടാണ്. കൂപ്പൺ അടിക്കും, ചെറിയ പൈസയുള്ളൂ കൂപ്പൺ അടിക്കാൻ. എന്നിട്ട് 100 രൂപയുടെ കൂപ്പൺ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും അത് വിതരണം ചെയ്യും. വിതരണം ചെയ്താൽ അതിലൂടെ പണം നമുക്ക് സ്വരൂപിക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാ മാസവും ചില ECC സെൻറ്ററുകളൊക്കെ നടത്തുന്നത് ഒരു ഭണ്ഡാരപ്പെട്ടി ഉണ്ടാവും. അതിൽ കൊണ്ടുവച്ചിട്ട് ചില മതസ്ഥാപനങ്ങളൊക്കെ ഡൊണേഷൻ സ്വീകരിക്കുന്ന അങ്ങനെയാണ്. ഭണ്ഡാരപ്പെട്ടികൾ കൊണ്ടുവെക്കും, അതിൽ പണം ഇടാൻ വേണ്ടി പറയും. അപ്പോൾ പാരൻസ് റെഗുലറായിട്ട് അതിൽ പണം ഇങ്ങനെ ഇട്ട് വെക്കും. എന്നിട്ട് അതിങ്ങനെ ഓരോ മാസമാകുമ്പോൾ അതിൽ കിട്ടുന്ന പണം എടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വഴി, പണം സ്വരൂപിക്കാനുള്ള മറ്റൊരു വഴി, ഓർഗനൈസ് മെറ്റീരിയൽസ് ആൻഡ് സ്റ്റേഷനറി ഡൊണേഷൻ ക്യാമ്പ്. പിന്നെ നമ്മുടെ ECC സെൻറ്ററിലേക്ക് ആവശ്യമായ മെറ്റീരിയലുകൾ, സ്റ്റേഷനറികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ക്യാമ്പുകൾ നടത്തുക. അപ്പോൾ നമ്മളെല്ലായിടത്തും അനൗൺസ് ചെയ്യുക, ഇന്ന സ്ഥലത്തൊരു പ്രീ സ്കൂൾ നടക്കുന്നുണ്ട്, അവിടത്തേക്ക് ആവശ്യമായ ബെഞ്ചുകൾ, ഡെസ്കുകൾ, അതല്ലെങ്കിൽ പഠന ഉപകരണങ്ങൾ ഇവയെല്ലാം തന്നെ ആവശ്യമാണ്. ക്രയോണുകൾ ആവശ്യമാണ്, ബ്ലാക്ക് ബോർഡുകൾ ആവശ്യമാണ്, പസിൽസ് ആവശ്യമാണ്, ബ്ലോക്സ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിലേക്ക് കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം, ഒരു വാട്ടർ പ്യൂരിഫയർ ആവശ്യമാണ്. ഇതെല്ലാം ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നാളത്തെ ക്യാമ്പിൽ പങ്കെടുക്കുക. അപ്പോൾ നാട്ടിൽ കുറേ ആളുകൾ, നല്ല പൈസയൊക്കെ ഉള്ള ആളുകൾ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭാവനകളൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ക്യാമ്പിലേക്ക് വരും. എന്നിട്ട് ഈ സ്ഥാപനത്തിനാവശ്യമായി ഈ പറയപ്പെട്ട സാധനങ്ങൾ നൽകുകയും ചെയ്യും.
അപ്പോൾ ഓൾഡ് ടോയ്സ്, ക്ലോത്ത്സ്, വെഹിക്കിൾസ് എന്തൊക്കെ വേണം, ഇഷ്ടംപോലെ സ്ഥലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ പല പണമുള്ള ആളുകളൊക്കെ വണ്ടിയൊക്കെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്യാമ്പുകളൊക്കെ വെച്ചിട്ട് കുറേ ഡൊണേഷൻസ് സ്വീകരിക്കുക. അപ്പോൾ അത് ഫിനാൻസ് കിട്ടാനുള്ള മറ്റൊരു മാർഗമാണ്. മറ്റൊന്ന് ഫെയേഴ്സ് ഓർ എക്സിബിഷൻസ് ഓർ ഫങ്ഷൻസ്. പിന്നെ കുറേ ഫങ്ഷനുകളൊക്കെ വെക്കുക, കുറേ എക്സിബിഷനുകൾ വെക്കുക. ഫങ്ഷൻ വെച്ചിട്ട് ആ ഫങ്ഷന് നാളെ നമ്മുടെ പ്രീ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, ഒരു ഗാനമേള നടക്കുകയാണ്. ആ ഗാനമേളയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ അറിയപ്പെടുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് ഗാനമേള നടത്തും. എന്നിട്ട് ഗാനമേളയിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്ന് ബക്കറ്റ് പിരിവോ അങ്ങനെ എന്തെങ്കിലും ഉദാഹരണത്തിന് എന്തെങ്കിലും ചെറിയ സംഭാവനകളൊക്കെ മേടിക്കുക. അതല്ലെങ്കിൽ ഫെയേഴ്സ്, എക്സിബിഷൻസ് നടക്കുക. എക്സിബിഷൻ എന്ന് പറയുന്നത് ഒരുപാട് എക്സിബിഷൻസ് വെച്ചിട്ട് കുട്ടികൾ, ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കിയ വസ്തുക്കൾ അല്ലെങ്കിൽ പാരൻസ് കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ ഈ ഒരു എക്സിബിഷനിൽ വെച്ച് വിൽക്കുക. അപ്പോൾ അതിൽ കിട്ടുന്ന പണം ഉപയോഗിക്കാം. മറ്റൊന്ന് വോളണ്ടിയറിസം. എന്താണ് വോളണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് ഫ്രീ ആയിട്ട് കുറേ സർവീസുകൾ കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പല ECC സെൻറ്ററുകൾ, പ്രീ സ്കൂളുകളൊക്കെ നടത്തുന്നതൊക്കെ എനിക്കറിയാം. അവിടെ ക്ലാസ് എടുക്കുന്നത് ടീച്ചേഴ്സ് അല്ല, മറിച്ച് പാരൻസ് ആണ്. ഫ്രീ ആണ് ക്ലാസ്. പാരൻസ് ഓരോ ദിവസം മാറി മാറി വന്നിട്ട് അവിടെ ക്ലാസ് എടുക്കും. അവരെ സർവീസ് ഫ്രീ ആണ്. അതേപോലെ തന്നെ പാരൻസ് എന്ത് ചെയ്യും അല്ലേ? ഒരുപാട് ദ പാരൻസ് പ്രിപ്പയറിംഗ് ലേണിംഗ് മെറ്റീരിയൽസ് ഫോർ ചിൽഡ്രൻ വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. For example, all parents can make toys like dolls, visual chart, blocks with small boxes, etc. പഴയ സാധനങ്ങൾ കൊണ്ട് കുറേ ടോയ്സ് ഉണ്ടാക്കി, ഡോൾ ഉണ്ടാക്കി, വിഷ്വൽ ചാർട്ടുകൾ ഉണ്ടാക്കി, ബ്ലോക്കുകൾ ഉണ്ടാക്കി, ചെറിയ ചെറിയ ഇത്തരം പഠന ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുക. വോളണ്ടിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ. വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, സേവനം നടത്തുന്ന ആൾ ഫ്രീ ആയിട്ട്, അങ്ങനെയാണ് വോളണ്ടിയർ എന്ന് പറയാം. അതേപോലെ തന്നെ ഈ പാരൻസിന് ദേ ക്യാൻ ഓൾസോ പ്രിപ്പയർ സ്മോൾ ആർട്ടിക്കിൾസ് ഫോർ സെയിൽ ഇൻ ഫെയർസ് ഓർ എക്സിബിഷൻസ് ഓർഗനൈസ്ഡ് ബൈ ദ സെൻറ്റർ ആൻഡ് സേവ് മണി. പിന്നെ പാരൻസിൻ്റെ വക കുറേ കുട്ടികൾ ഉണ്ടാക്കിയ സാധനങ്ങളും പാരൻസ് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ എക്സിബിഷനിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതിലൂടെ കിട്ടുന്ന പണവും എന്ത് ചെയ്യാം, അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ പണമുണ്ടാക്കാനുള്ള മറ്റൊരു സോഴ്സ്, ഫിനാൻസിൻ്റെ മറ്റൊരു സോഴ്സാണ് റെൻറ്റിങ് ഔട്ട് ദ സ്പേസ്. നമ്മുടെ സ്കൂളിൽ, പ്രീ സ്കൂളിൽ ബാക്കി വരുന്ന സ്ഥലം, ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലമോ റൂമോ ഉണ്ടെങ്കിൽ അത് റെൻറ്റിന് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നും എന്ത് കിട്ടും? വരുമാനം കിട്ടും, പണം കിട്ടും. ചിലപ്പോൾ ECC സെൻറ്റർ നമ്മുടെ സ്കൂൾ ആകെ 1 മണി വരെ പലപ്പോഴും പ്രീ സ്കൂളുകൾ വർക്ക് ചെയ്യാറുള്ളൂ, പ്രവർത്തിക്കാറുള്ളൂ. അപ്പോൾ 1 മണി കഴിഞ്ഞാൽ അവിടെ വെറുതെ ആയിരിക്കും. അപ്പോൾ അവിടെ ട്യൂഷൻ നടത്താൻ വേണ്ടി ആ സ്പേസ് വെറുതെ കൊടുക്കുന്നു. അപ്പോൾ അതിലൂടെ വരുമാനം കിട്ടുന്നു. അതേപോലെ തന്നെ ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫ്രം ദ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഗ്രാൻറ്റുകൾ. ഒരുപാട് ഗ്രാൻറ്റ്, ഇഷ്ടം പോലെ ഗ്രാൻറ്റ് ഓരോ വർഷവും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് കോടികളാണ് ഇതിനു വേണ്ടി ബജറ്റുകളിലൊക്കെ മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലേ ഗ്രൗണ്ട് എക്യുപ്മെൻറ്റ് വാങ്ങാനും അതേപോലെ ലേണിംഗ് മെറ്റീരിയൽ വാങ്ങാനും മിനി ഗ്രാൻറ്റുകളും ഒക്കെ ആര് കൊടുക്കുന്നുണ്ട്? ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അവരെയും ആശ്രയിക്കാം. അപ്പോൾ ഇത്രയും വഴികളുണ്ട് നമുക്ക്, ഇത്രയും സോഴ്സുകൾ ഫിനാൻസ് വേണ്ടിയിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു.